ഹലോ അസ്സലാമലൈക്കും. എന്തുണ്ട് വിശേഷം? അപ്പോൾ ഞാനും ചേച്ചി ഇതാ സാധനങ്ങളൊന്നുമില്ല, നാട്ടിൽ പൈസ അയക്കാണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ കാശ് പോകുമ്പോൾ സാധനം വാങ്ങാറിന് ഞങ്ങൾ സഫാരി പോയിട്ടോ. ഇപ്പോൾ ഞാൻ സഫാരി പോകുന്നുണ്ടെങ്കിൽ ലൈവിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരാൾക്ക് രണ്ടാൾക്കായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റിയില്ല, ഞങ്ങൾ പെട്ടെന്നുള്ള പോക്കായിരുന്നു, നാട്ടിൽ കാശ് ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ സാധനം വാങ്ങാം, ഈ മാസം സാധനങ്ങൾ വാങ്ങിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം സഫാരി പോവുകയാണ് കേട്ടോ. ഇപ്പോൾ സഫാരി രാവിലെ പോകണമെന്ന് വിചാരിച്ചതാണ്, രാവിലെ പോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സഫാരി പോയി സാധനങ്ങളെല്ലാം എടുക്കാൻ പോയി. നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോ സാധനങ്ങളെല്ലാം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എല്ലാ സാധനവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അരി കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മൾ എപ്പോഴും സഫാരിയിൽ പോകുമ്പോൾ നമുക്ക് വണ്ടി പൈസ തന്നെ ഒരുപാടാവും. അതുകൊണ്ട് ഞങ്ങൾ എന്താക്കി, അരിയും കൂടി എടുത്തു. അരിയും സാധനങ്ങളെല്ലാം വാങ്ങി. ഇനിയിപ്പോൾ ഇപ്പോഴൊന്നും പോകണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ പാല്, തൈര്, മോര്, പിന്നെന്താ എടുത്തേ, അതേപോലെ തക്കാളി, പച്ചമുളക് എല്ലാം എടുത്തു കേട്ടോ. പിന്നെ തക്കാളി എടുത്ത്, പച്ചമുളക് എടുത്ത്, ചീര എടുത്ത്, കരിവേപ്പിൻ്റെ ഇല, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങി. പിന്നെ ഞങ്ങൾക്ക് കാര്യമായിട്ട് ഞങ്ങൾ പോയത്, ഞങ്ങൾക്ക് നാസ്തക്ക് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അരിപ്പൊടി, റവ വാങ്ങി, അരിപ്പൊടി വാങ്ങി, പുട്ടുംപൊടി വാങ്ങി. ഗോതമ്പ് എടുക്കാൻ മറന്നു കേട്ടോ. ഗോതമ്പ് പിന്നെ തൂക്കി വെക്കുന്നിടത്തുനിന്ന് വാങ്ങുക നല്ലത് കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഫ്രീ വണ്ടി കിട്ടിയാൽ പോകാം, ബക്രേ പോകുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അതെടുത്തിട്ടില്ല. അപ്പോൾ പച്ചക്കറി വാങ്ങിയിട്ടില്ല. പച്ചക്കറി ഞങ്ങൾ കാര്യമായിട്ട് പച്ചക്കറി എല്ലാം ഇവിടെ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി അത് കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങാം, വെറുതെ വാങ്ങണ്ട എന്ന് പറഞ്ഞപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇഞ്ചി ഒന്നും ഇല്ലായിരുന്നു. വെളുത്തുള്ളി എടുത്തിട്ടില്ല അല്ലേ ചേച്ചി? വെളുത്തുള്ളി എടുക്കണമെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചീരൻ്റെ അടുത്ത് പോയിട്ടോ. ചീരൻ്റെ അടുത്ത് പോയപ്പോൾ ചേച്ചി ഒരു ചീര എടുത്ത് ഞങ്ങൾ പാലക്ക എടുത്തിട്ടാ. ഈ ആഴ്ച ഞങ്ങൾ പാലക്ക എടുത്ത്, ഈ മാസം. കഴിഞ്ഞ മാസം ചീര എടുത്ത്. പക്ഷേ ചേച്ചി വേറൊരു ചീര കാണിച്ചെന്നാൽ എടുത്തിട്ടില്ല കേട്ടോ. അടുത്ത പ്രാവശ്യം ഇനി എപ്പോഴെങ്കിലും ഇടയ്ക്ക് പോകുമ്പോൾ ആ ചീര എടുത്ത് നോക്കാം. ചേച്ചി പറഞ്ഞ് നല്ല രസമാണ് മോളെ ആ ചീര എന്ന് പറഞ്ഞിന്. അപ്പോൾ ഞാനത് കഴിച്ച് നോക്കിയിട്ടില്ല. എനിക്ക് ചീരൻ്റെ ആളാണ് കേട്ടോ. ഞാൻ ചീര നന്നായിട്ട് കഴിക്കും. എപ്പോഴും എനിക്ക് എന്തെങ്കിലും ഇലകൾ വേണം. അപ്പോൾ പിന്നെ എന്താ പറയുക, പിന്നെ ഇതിനെല്ലാം ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അരിപ്പൊടിക്ക് ഓഫർ ഉണ്ടായിരുന്നു, റവക്ക് ഓഫർ ഉണ്ടായിരുന്നു. 7 റിയാലിൻ്റെ സാധനം 6 റിയാലിനെല്ലാം ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സാധനങ്ങളും കാര്യങ്ങളെല്ലാം എടുത്ത്. പിന്നെ ഞാൻ നിറവറൻ്റെ അരിപ്പൊടിയാണ് എടുത്തത്. നിറവറാണോ എടുത്തത്, മലബാറാണോ എന്നറിയില്ല. അരിപ്പൊടി നല്ലത് തന്നെ എടുക്കും. എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ അരിപ്പൊടിയിൽ നേർദോശ ചുടുന്നുണ്ട്, പെട്ടെന്നാവുമല്ലോ. അപ്പോൾ ഞാൻ അരിപ്പൊടി നല്ല കമ്പനി തന്നെ എടുത്തിന് കേട്ടോ. പിന്നെ കാര്യമായിട്ട് വേറെ മീൻ വാങ്ങാൻ പോയിട്ടില്ല. നല്ല ആളായിരുന്നു. തേങ്ങ വാങ്ങി, വെളിച്ചെണ്ണ വാങ്ങി, അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം വാങ്ങി. ഞാൻ പാട്ടും പാടി ഇങ്ങനെ നടന്ന്. ചേച്ചി പാവം, ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചേച്ചി അതോ പാവം വണ്ടി ഉടുത്തിട്ട് ഇങ്ങനെ വരുന്നു കേട്ടോ. കാര്യമായിട്ട് പൈസ അയക്കാൻ വന്നതാണ് കേട്ടോ. നാട്ടിൽ നല്ല മഴയും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ആയിട്ട് നാട്ടിൽ പൈസ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ പൈസ ഇട്ടാൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കാനില്ലല്ലോ. അവിടെ ഓല് സെറ്റിലാണെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കാനില്ല. അപ്പോൾ ഞങ്ങൾ എന്താക്കി, പൈസ ഇട്ട് കൊടുത്തു. പിന്നെ വീട്ടിലേക്ക് സാധനം വാങ്ങിയൊക്കെ ഞങ്ങൾക്ക് സമാധാനമായി കേട്ടോ. ഒന്നാമത് രാവിലെ എണീക്കാനേ മൈൻഡില്ല, നാസ്ത ഉണ്ടാക്കാനൊന്നുമില്ല. കുറേ ദിവസമായി ഞങ്ങൾ നാസ്ത ഉണ്ടാക്കുക എന്നുള്ള ആ ടെൻഷനിലായിരുന്നു. അപ്പോൾ നാസ്ത വാങ്ങാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയപ്പോൾ തന്നെ കുറേ സമാധാനമായി. ഞങ്ങൾ വേഗം പെട്ടെന്ന് വന്നീന് കേട്ടോ. അത് ബില്ലെല്ലാം അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ചേച്ചിയും അങ്ങനെ ബില്ലെല്ലാം അടിച്ച് ഞങ്ങൾ ടാക്സിയിൽ വന്നതാണ് കേട്ടോ. ടാക്സിയിൽ വന്നു, സാധനങ്ങളെല്ലാം വാങ്ങി, ടാക്സി പിടിച്ചു പോയി. അപ്പോൾ ബില്ലെല്ലാം അടിക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ആൾ കുറവ്, ബില്ലടിക്കുന്നിടത്ത് ആൾ കുറവായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചിനെ ഞാൻ കയ്യോടെ തന്നെ കൂട്ടിക്കൊടുന്നു. ഇനെന്താണെന്നാ ചേച്ചിനെ കാണൂല. അപ്പോൾ ഇത് അത്രയും സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. കാര്യമായിട്ട് നമുക്ക് പാല് വേണം. നമ്മൾ രാവിലെ എന്തായാലും പാലില്ല, ചായ ഇല്ലാതെ പറ്റൂല. പിന്നെ വൈകുന്നേരം അങ്ങനെ ഇരുടായി. അപ്പോൾ ഞങ്ങൾ വണ്ടി കയറി, അങ്ങനെ ഞങ്ങളിതാ പോവുകയാണ്. അപ്പോൾ ഞാൻ ബേക്കത്തെ ഇതിട്ടിട്ടാ, ടാക്സിൻ്റെ ബേക്കത്തെ എന്താക്കി, ലൈറ്റ് ഇട്ട് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ചേച്ചിനോട് ഇങ്ങനെയാണ് പാട്ട് പാടുകി അങ്ങനെ പോന്നു. അപ്പോൾ ഇന്ന് നമ്മൾ 1-ാം തീയതി ആയിട്ട് എന്താന്ന് പറഞ്ഞാൽ
സാധനങ്ങൾ വാങ്ങി നാട്ടിൽ കാശും ഇട്ട് അവിടെയൊക്കെ ആക്കി ഇവിടെ സാധനങ്ങളെല്ലാം വാങ്ങി അപ്പം ഇൻഷാ അല്ലാ. അപ്പോൾ പിന്നെ ഇനി വാടകേൻ്റെ പ്രശ്നമേ ഇവിടെ ഉള്ളൂ. സാധനങ്ങളും വാങ്ങി നാട്ടിൽ സെറ്റാക്കി. പിന്നെ വാടകയല്ലേ, വാടക പിന്നെ 15-ാം തീയതി തരാമെന്ന് പറഞ്ഞാലും ആയിക്കോട്ടെ എന്ന് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. കുറേ ആയല്ലോ ഞാനിവിടെ. അപ്പോൾ ഇതാ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങി സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുക കേട്ടോ. വേവെത്തി ഞങ്ങൾ റൂമിൽ. കുറേ സമയം കറങ്ങിയിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് വേറൊരു വഴിക്ക് പോകേണ്ടില്ല. ഇനി വേറെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് മുകളിന. അപ്പോൾ അവിടെ പോയി ആ സാധനം വാങ്ങിയിട്ടാണ് ഞങ്ങൾ റൂമിലെത്തി. അല്ലേ പെട്ടെന്ന് എത്തുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും ഞങ്ങൾ സാധനം വാങ്ങാൻ പോയത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മളെ മുത്താളല്ലേ നിങ്ങൾ. അപ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ റൂമിലെത്തി. ഞാനും ചേച്ചി ഓരോന്ന് സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. ഇപ്പോൾ പാല് വലുത് തന്നെ വാങ്ങിയിട്ട്. പാല് ഇവിടെ ഞങ്ങൾക്ക് കൂടുതലുമാണ്. എല്ലാം ചേച്ചി ഇപ്പം ഞങ്ങൾ എന്താ പറയുക 2 നേരം ചായ ചേച്ചിക്ക് നിർബന്ധമാണ്. ഇപ്പോൾ അത് കട്ടൻ ചായ കുടിക്കലധികം. പിന്നെ ഞാൻ ചേച്ചി പാല് 2 ലിറ്ററിനെ വാങ്ങിയാൽ കുറേ ദിവസം പോകും. പിന്നെ മോര് എനിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോര്. പിന്നെ ഞാനും ചേച്ചിയും പിന്നെ ഇപ്പോൾ വേറെ ആരും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മോരായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോൾ സാധനമെല്ലാം എടുത്ത് വെക്കുകയാണ്. ഇതാ പാലക്ക് വാങ്ങി. കരിയേപ്പിൻ്റെ ഇല ഇല്ലായിരുന്നു. നിങ്ങൾക്ക് കരിയേപ്പിൻ്റെ ഇല നിർബന്ധം. അരി വാങ്ങി ഉള്ളി വാങ്ങി. ഓരോന്ന് കാണിച്ചു തരാം. കരിയേപ്പിൻ്റെ ഇല വാങ്ങി. എനിക്ക് കരിയേമ്പ് നിർബന്ധം കേട്ടോ. ഉരുളക്കിഴങ്ങ് മേടിച്ചു. തക്കാളി മേടിച്ച്. തക്കാളി ഞാൻ ചേച്ചിനോട് പറഞ്ഞു കുറച്ച് മതി. ഞാൻ തക്കാളി ഉപയോഗിക്കൽ കുറവാട്ടോ. പിന്നെ ഇഞ്ചി മേടിച്ച്. ഇഞ്ചി കുറേ ആയി മേടിച്ചിട്ട് കേട്ടോ. ഇഞ്ചി എല്ലാം എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉപയോഗിക്കുള്ളൂ. പിന്നെ അതാ ഇതാണ് മെയിനില്ലാത്ത അരിപ്പൊടി മേടിച്ചു. പപ്പടം മേടിച്ചു. പപ്പടമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ റവ മേടിച്ചു. അരിപ്പൊടി, റവ, പുട്ടുംപൊടി ഇത് 3ഉം മേടിച്ചിട്ടോ. ഇനിയിപ്പോൾ ഗോതമ്പ് പൊടി വാങ്ങാൻ മറന്നുപോയി. അതും കൂടി മേടിക്കണം. എന്താ റവ എല്ലാം കൂടുതൽ. ഇനി ഇപ്പോഴൊന്നും ഞങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. അപ്പം ഇങ്ങനെയല്ലാണ് നമ്മളെ വിശേഷങ്ങൾ. പിന്നെ മുട്ട മേടിച്ചു കേട്ടോ. ഇന്ന് കളർ ചേഞ്ചായി. വെള്ളമുട്ട മാറ്റി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ വിശേഷം. അപ്പോൾ ഞങ്ങളെ ഇഷ്ടപ്പെട്ടാലല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മുത്തുമണിയാളെ, ലൈക്ക് അടിക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞങ്ങളിന്ന് വാങ്ങി. അതിനെക്കാട്ടി സന്തോഷം നാട്ടിൽ പൈസ എല്ലാം ഇട്ട് കൊടുത്തു. സാധനങ്ങളും ഞങ്ങൾ വാങ്ങി 1-ാം തീയതി ആയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ വീണ്ടും ചേച്ചി പച്ചമുളകെല്ലാം നല്ല വൃത്തിയിൽ എടുത്ത് വെക്കുകയാണ്. ഓരോ സാധനങ്ങളും അതിൻ്റെതായ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. മുട്ടെല്ലാം ഇങ്ങനെ വെച്ച് പാല്, തേന്, തൈര്, മോര് എല്ലാം ഇങ്ങനെ വെച്ചു. വൃത്തിയിലെടുത്ത് വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട മീൻ വാങ്ങിയിട്ടില്ല കേട്ടോ. വമ്പാളേത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ മുത്തുമണിയാളേ.